കേരള ഹൗസിൽ പോലീസ് പരിശോധന നടത്തിയ സംഭവത്തിൽ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. മുൻകൂർ അനുമതി ഇല്ലാതെയാണ് കേരള ഹൗസിൽ കയറി പോലീസ് പരിശോധന നടത്തിയത്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പ്രധാനമന്ത്രി മുൻകൈയെടുക്കണം. ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണിത്. ഇത് ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണം. രാജ്നാഥ് സിംഗിനും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയച്ചു. കേരള ഹൗസിലെ പോലീസ് റെയ്ഡിനെതിരെ ഇടത് എംപിമാരുടെ പ്രതിഷേധം. മലയാളിയുടെ ഭക്ഷണശീലത്തെയും ആത്മാഭിമാനത്തെയുമാണ് ദില്ലി പോലീസ് നടപടി ചോദ്യം ചെയ്തതെന്ന് പിണറായി ആരോപിച്ചു. RSSനോട് അമിത വിധേയത്വത്തെ കാണിക്കുന്ന മുഖ്യമന്ത്രിക്ക് ബീഫ് നിരോധിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് മറുപടിയില്ലെന്നും പിണറായി കുറ്റപ്പെടുത്തി. പത്രപ്രവർത്തക യൂണിയനും പ്രതിഷേധവുമായി രംഗത്തെത്തി. ബീഫിന് പകരം പശുവിറച്ചി വിളമ്പിയെന്ന് ആരോപിച്ച് ഹിന്ദുസേന പ്രവർത്തകർ നൽകിയ പരാതിയിൽ അനുമതിയില്ലാതെ കേരള ഹൗസിൽ കയറി ദില്ലി പോലീസ് നടത്തിയ റെയ്ഡിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത്. നടപടിക്കെതിരെ എംപിമാരായ എ സമ്പത്ത്, PK ശ്രീമതി, CP നാരായണൻ തുടങ്ങിയവർ കേരള ഹൗസിലെ പ്രധാന കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ കടന്നെത്തിയ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പോലീസ് നടപടിയെയും വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട നിലപാടിനെയും നിശിതമായി വിമർശിച്ചു. താൽക്കാലിക ലാഭത്തിനു വേണ്ടി RSSനോട് അമിത വിധേയത്വമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത്. കേരള ഹൗസിൽ എന്തിനാണ് ബീഫ് നിരോധിച്ചെന്നതിന് മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നതിന് പകരം കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രിക്ക് അതിന് മറുപടി പറയാൻ കഴിയുന്നില്ലല്ലോ. വിധേയത്വം അനാവശ്യമായി പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. രാഷ്ട്രീയമായ താൽക്കാലിക ലാഭത്തിനു വേണ്ടി RSSനെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന ഉമ്മൻചാണ്ടി അതിവിധേയത്വം കാണിക്കുകയാണ് ഇവിടെ. മലയാളിയുടെ ഭക്ഷണശീലത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന നടപടിക്കെതിരെ പ്രതിഷേധം ഉയർന്നു വരണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഹിന്ദുസേനയുടെയും പോലീസ് നടപടിക്കുമെതിരെ പ്രതിഷേധവുമായി പത്രപ്രവർത്തക യൂണിയനും രംഗത്തെത്തി. പ്രതിഷേധത്തിൽ CPI നേതാവ് ആനി രാജ, ആം ആദ്മി പാർട്ടി നേതാക്കളായ അശുതോഷ്, സഞ്ജയ് സിംഗ് തുടങ്ങിയവരും പങ്കെടുത്തു. റിപ്പോർട്ടർ, ദില്ലി.